അമ്മ. പ്രിയ DCL കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിൽ നൂർജൻ സ്റ്റേഡിയം ഇളകി മറിയുകയാണ്. അർജന്റീനയെ 1 ഗോളിന് തോൽപ്പിച്ചു സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം. സ്പെയിൻ ടീമിന്റെ ആരാധകരുടെയും വിജയങ്ങൾക്ക് അർജന്റീനയുടെയും മെസ്സി ഫാൻസിന്റെയും ആർത്തനാദങ്ങൾക്കിടയിലൂടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ കൈയിലുയർത്തി ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിന്റെ അരികിലൂടെ ഒരാൾ ഓടുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്. ആഫ്രിക്കയിൽ വർഷജനമായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗം. ഇക്കഴിഞ്ഞ ജൂലൈ 12 24-ാം പിറന്നാൾ ആഘോഷിച്ചവൻ. മകനെ എന്ന വിളിയുമായി ഗാലറിയിൽ നിന്ന് ഇരു കൈകളും നീട്ടി നിന്ന് മരിയ ആർദർ എന്ന അവന്റെ അമ്മയെ കണ്ടതും ഇരണ മിഴികളോടെ നിക്കോ തന്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി ചുറ്റും പൊതിഞ്ഞ് ചാനലുകളോടവൻ പറഞ്ഞു, കളിക്കാരല്ലാത്ത എനിക്ക് വളരെ വേഗം ഓടാൻ കഴിയും. എന്നാൽ ഓളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാളിൽ ആഫ്രിക്കയിൽ ഘടനയിൽ നിന്ന് രക്ഷയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാളായ ആഫ്രിക്കയിൽ ഘടനയിൽ രക്ഷിക്കപ്പെട്ട സഹമരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ പ്രിയ കൂട്ടുകാരെ, ലോകം കോരി തിരിച്ചു നിന്ന അനുഭവ നിമിഷമാണിത്. നിക്കോ പറഞ്ഞത് സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്കു മുമ്പ് ആഫ്രിക്കയിൽ ഘടനയിൽ നിന്ന് അഭയാർത്ഥികളായി സഹാറ മരുഭൂമി കാൽനടയായി നടന്ന് സ്പെയിനിലെത്തിയ ഫ്രെഡ്സ് വില്യംസിന്റെ മരിയ ആർദറുടെ മക്കളാണ് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ എനിക്ക് വില്യംസും നിക്കോ വില്യംസും. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഘാനയിൽ നിന്ന് സഹമരുഭൂമി വഴി സ്പെയിനിലെത്തുന്നതിനുള്ള ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 കിലോമീറ്റർ ദൂരമാണ് ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയിൽ നടന്നാൽ ഏകദേശം 130 മുതൽ 540 ദിവസങ്ങൾ നിരന്തരം നടക്കണം. ഈ ദൂരം പൂർത്തിയാവാൻ ഒരുപക്ഷേ അവർ ഘാനയിൽ നിന്ന് അർജന്റീനയുടെ സഹാറയെ കടന്ന് ഓളണ്ടിൽ നിന്ന് കപ്പൽ കയറി അലിഗർ തിരിച്ചിറങ്ങി കോസ്റ്റലൻഡ് സ്പെയിനിൽ എത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വെസ്റ്റ് സഹാറ വഴി നടന്ന് മൊറോക്കോ കടന്ന് ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടത്തി തീർന്ന ഇന്നലകൾ എത്രയെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിരവധി സഹമരുഭൂമി യാത്രകൾ നടത്തിയിട്ടുള്ളതാണ്. തീർച്ചയായും അഫ്രിക്കയിലെ സഹമരുഭൂമിയിൽ പലപ്പോഴും 60 ഡിഗ്രിയാണ് ചൂട്. കൊള്ളുന്ന മണ്ണ് കരുത്തിലൂടെ കൂടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേർന്ന കാനായിലെ ഒഴുകനെന്ന് ഓരോ കിടപ്പിനും പ്രാർത്ഥിച്ചു. ഉയർത്തൊഴിച്ച് നടന്നത് മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളാണ്. കടബാധ്യതകളും രോഗങ്ങളുടെയും പരാജയങ്ങളുടെയും ജീവിതത്തിന്റെ സഹോദരന്മാരാണ് നമ്മുടെ മാതാപിതാക്കളും. ഈ ജീവിതയാത്ര സ്നേഹത്തിന്റെ തോൽവികൾ സത്യസന്ധതയുടെ വെണ്മമേഘത്തിലാണ്. വിശ്വസ്തതയും ദിവസങ്ങളുമായി മക്കളായി നമുക്ക് കഴിയണം. അവരുടെ അധ്വാനത്തിന്റെ അളവ് അറിയാം നമുക്ക്. താഴായ സഹോദരങ്ങളുടെ ദൂരം അറിയണം. അപ്പോൾ തന്റെ പൊന്നായ അമ്മയോളം വരില്ല ഈ പൊന്നിന്റെ മെഡൽ എന്ന് തിരിച്ചറിഞ്ഞ് നിക്കോയോടൊപ്പം നമ്മുടെ കഠിനാധ്വാനത്തിന്റെ സത്യപരിശ്രമത്തിന്റെ തുള്ളികൾ പതിച്ച് ജീവിതമാകുന്ന മെഡൽ ഉയർത്തി നമുക്ക് കഴിയും. അമ്മ പൊന്നമ്മയല്ലാതെ തങ്കമ്മയാണ്. കഴിഞ്ഞ കകം
കൊണ്ടാണ് ഹൃദയത്തിൽ രജിസ്റ്റർ എന്ന സംഗമം. സ്നേഹാത്മജ സ്വന്തം കൊച്ചേട്ടൻ